നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടും ചൂരും എന്നറിയാൻ നാട്ടിലേക്ക് ഇറങ്ങിയതാണ് ഞാനിപ്പോൾ ഉള്ളത് വടകരയിൽ. ഇവിടുത്തുകാരുടെ വോട്ട് ആർക്ക് എന്ന് ചോദിക്കാം. ആർക്കേട്ടാ വടകരക്കാർ? ശശി തരൂരിന്. ചേട്ടൻ്റെ വോട്ടോ? പന്നിൻ രവീന്ദ്രൻ. ഇത് വടകരക്കാരാണ്. വടകരക്കാർ എങ്ങനെ പന്നിൻ രവീന്ദ്രനും ശശി തരൂരിനും വോട്ട് ചെയ്യും എന്ന് കൂടി അവരോട് ചോദിക്കാം. നിങ്ങളിങ്ങനെ ഇത് ഈ വടകരയാണ്, വടകരക്കാരെങ്ങനെ പന്നിനും തരൂരിനും ഒക്കെ വോട്ട് ചെയ്യും? നാട്ടുകാർക്ക് സ്വാഭാവികമായിട്ടൊരു സംശയം ഉണ്ടാവും. വടകര ഇത് കോഴിക്കോട് വടകരയല്ല, തിരുവനന്തപുരം വടകരയാണ്. ഇവിടെ പന്നിയനാണ് മുൻതൂക്കം. പന്നിൻ്റെ പക്ഷം പറയുന്ന ആളാണ്. തരൂരിന് എന്തുകൊണ്ടാണ് വടകരക്കാർ വോട്ട് ചെയ്യുന്നത്? നമ്മൾ കോൺഗ്രസ് ആയതുകൊണ്ടാണ്. കോൺഗ്രസ് ആയതുകൊണ്ട്, അല്ലാതെ തരൂരിൻ്റെ വികസനം ഒന്നും ഉയർത്തി കാണിച്ചല്ല നിങ്ങളുടെ വോട്ട് ചോദ്യം. നമ്മൾ പാർട്ടിക്കാരാണ്. പാർട്ടിക്ക് വോട്ടിടും. ആര് ജയിക്കും? ശശി തരൂർ ജയിക്കും. അപ്പോൾ പറഞ്ഞ പോലെ ടീച്ചറും ഷാഫിയും പ്രഫുലും ഏറ്റുമുട്ടുന്ന ആ വടകരയല്ല, ഇത് തിരുവനന്തപുരം പാറശാലയിൽ മാരായമുട്ടത്തിന് സമീപമുള്ള വടകരയാണ്. ഇവിടെ നിന്നും തൊട്ടടുത്താണ് ആലത്തൂർ. 2 കിലോമീറ്ററേ ഉള്ളൂ അവിടേക്ക് പോകാം. ഇപ്പോൾ എത്തിയിട്ടുള്ളത് ആലത്തൂരാണ്. ചേട്ടാ, ഇത് എവിടേക്ക് പോകുന്ന വഴിക്കിടയിലുള്ള സ്ഥലമാണിത്? ഇത് നമ്മളെ പെരുങ്കിടാവിള കാരക്കോണം റോഡാണ്. കാരക്കോണത്ത് പോയിട്ട് ആ റോഡ് പാറശാല വെള്ളട. ഇവിടെ നിന്ന് പെരുണ്ടാട പോയിട്ട് പെരുണ്ടാട ജംഗ്ഷനിൽ ചെന്നിട്ട് നെയ്യാറ്റിങ്കര തിരിച്ചു പോണതും വെള്ളട. ഒറ്റശേരമംഗലം, മണ്ഡപത്തങ്കട, വെള്ളട, ഇങ്ങനെ പോകും. കാട്ടാക്കട. തിരുവനന്തപുരത്തെ ഒരു പൾസ് കണ്ടിട്ട് ആര് ജയിക്കുമെന്ന് തോന്നുന്നു? അത് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. കാരണം അത് പറയാനത് ഞാൻ ഇടതുപക്ഷക്കാരനാണ്. എനിക്ക് പറയാം പന്നി ജയിക്കുള്ളൂ, പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. വോട്ട് കൊടുക്കുന്ന ജനങ്ങളാണല്ലോ. ഇനിയുള്ളത് കുന്നത്തുകാൽ പഞ്ചായത്തിലെ കോഴിക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ചേട്ടാ, ശരിക്കുമുള്ള കോഴിക്കോടാണോ അതോ തിരുവനന്തപുരത്തെ കോഴിക്കോടാണോ BJPക്ക് അനുകൂലമായിട്ട് ചിന്തിക്കാൻ പോണേ? ആ കോഴിക്കോട് ജയിക്കുമോ അതോ ഇവിടെ ജയിക്കുമോ? ഇന്ന് ഭാരതത്തിൽ മോദി തരംഗമാണ്. ആ തരംഗം ഇന്ന് തെക്കേ അറ്റത്തുള്ള കുന്നത്തുകാൽ പഞ്ചായത്തിലെ പാറശാല മണ്ഡലത്തിലെ കോഴിക്കോട് വളരെ ശക്തമായിട്ട് രാജീവ് ചന്ദ്രശേഖരനെ ജയിപ്പിച്ചു വിടും എന്നാണ് നമ്മുടെ വിലയിരുത്തൽ. ഈ കോഴിക്കോടും ആലത്തൂരും വടകരയും ഒക്കെ എങ്ങനെ തിരുവനന്തപുരം പാറശാലയിലേക്ക് എത്തിയെന്ന ചോദ്യത്തിന് വ്യക്തമായൊരു മറുപടി നൽകാൻ ആർക്കും കഴിയുന്നില്ല. ഈ ആങ്കോട് ശ്രീ മഹാദേവ ക്ഷേത്രം പോലെയുള്ള ക്ഷേത്രങ്ങളിലേക്ക് പൂജ ചെയ്യാനായി വടക്കു നിന്നും ആളുകൾ വന്നിരുന്നുവെന്നും അവർ താമസിച്ചിരുന്ന സ്ഥലങ്ങൾ പിന്നീട് ആ പേരിൽ അറിയപ്പെട്ടു എന്നുമൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. പക്ഷേ ഇതിനൊന്നും വ്യക്തമായ രേഖകളോ കൃത്യമായ തെളിവുകളോ ഇല്ല. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.